ഹായ് ഹലോ വെൽക്കം ദേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ ചായപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചായ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഓട്ടപ്പാണ്. അപ്പോൾ അതിലേക്ക് കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ വീരത്തെ ഇപ്പോൾ ഞായറാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ട്, കുട്ടികളൊക്കെ അത് അപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അപ്പോൾ അവർ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കും ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറമ്പിൽ ഓരോ പണിയിലൊക്കെയാണ്. തെങ്ങിൻ്റെ ഒക്കെ പണിയിലാണ്. കടമാന്തലും അതുപോലെ വാഴക പറിച്ചയ്ക്കലും അങ്ങനത്തെ ഒക്കെ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ സമയമായി. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ചായ കുടിച്ചിട്ട് പോയി. നിത്തൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നിത്തു ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന വാരിത്തരാം. പിന്നെ ഇത് ചായ അടിക്കാൻ വന്നിട്ട് കുറേ സമയമായിട്ടോ. ഈ സ്കൂളില്ലാത്ത ദിവസം തന്നെ വരും. ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരാനൊക്കെ ഒത്തിരി മടിയാണ് കേട്ടോ. അപ്പോൾ അവസാനം ഞാനെടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുടിക്കുക കണ്ടപ്പോൾ ആൾ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിത്തുവിന് ഇനി വാരി കൊടുക്കട്ടെ. നിത്തുവിന് വാരി കൊടുക്കണം കേട്ടോ. അപ്പം എന്താ ചായക്ക് കടി നിത്തു? ഓട്ടപ്പവും ഞങ്ങൾക്ക് ഇന്ന് ഓട്ടപ്പവും കടലക്കറിയാണ് കേട്ടോ. ഞാൻ ചായക്ക് വളരെ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ചൂടാറിയ ചൂടുവെള്ളം അങ്ങനെയൊക്കെയാണ്. ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ നിത്തു ചായ കുടിക്കുന്നുണ്ട്. നമ്മളങ്ങനെ നിത്തുവിന് വാരി കൊടുക്കാറൊന്നുമില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നപ്പോൾ വാരി കൊടുത്തതാണ് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെയാണ് കഴിക്കാറ്. അങ്ങനെ നിത്തു ഇതാ കഴിക്കുന്നുണ്ട്. കണ്ണനും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഈ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ കുറച്ച് നേരം വൈകിട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഞായറാഴ്ച ഉണ്ടെങ്കിൽ പിന്നെ പൊതുവേ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോഴേക്കും ഇതാ കളിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. സൈക്കിളൊക്കെ കണ്ടോ, 2-3 പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കളിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇനി വരിക. ഉച്ച സമയമൊക്കെ ആവും വരാൻ. അതും ചിലപ്പോൾ കാണില്ല. ഞാൻ എന്നിട്ട് തിരഞ്ഞു പോകണം. അപ്പോഴൊക്കെയാണ് വരിക. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പറമ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് എല്ലാവരും കൂടി കളിക്കുക. കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുട്ബോളൊക്കെയാണ് അവരുടെ ഇഷ്ടപ്പെട്ട കളികൾ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടൊക്കെയാണ് പിന്നെ വരിക. അപ്പോൾ ഇതാ നമ്മളിതാ പറമ്പിൻ്റെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആൾ ഇവിടെ തെങ്ങിൻ്റെ കടയൊക്കെ മാന്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പറമ്പിൽ. ഇനിയിപ്പോൾ അതിൽ വളമൊക്കെ വിതറാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, അങ്ങനെ വളങ്ങളൊക്കെ വിതറാൻ വേണ്ടിയിട്ട് അങ്ങനെ തെങ്ങിൻ്റെ കടയൊക്കെ മാന്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ പണി ഇതായിരുന്നു കേട്ടോ ആൾക്കൊക്കെ. ഇതാ ഈ വരുന്നതാണ് നിത്തു, കണ്ണൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇതിപ്പോൾ ഇത് മഞ്ഞ ഷർട്ടിട്ട് ടീഷർട്ട് ഇതൊക്കെ ഇവരെ അടുത്ത വീട്ടിലത്തെ കുട്ടികളാണ്. അപ്പോൾ ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് മറ്റ് 2 കുട്ടികൾ വേറെ വീട്ടിലത്തെ കുട്ടികളാണ്. അവർ വന്നിട്ട് വിളിച്ചിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും കളിക്കാരുണ്ട്. ഒരു സെക്ഷൻ ഇപ്പോൾ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. കുറച്ച് പേര് ഇതാ ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ശ്രീദേവിനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീദേവൊക്കെ കളിക്കുന്നിടത്തേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഒഴിവന്നല്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ പിന്നെ പറമ്പിൽ ഒരു പണിയൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങണം നല്ലതാണ് കേട്ടോ. പലതും അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ചായ കുടിക്കാനല്ല ഗ്ലാസ് വെള്ളം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ചൂലുണ്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചൂലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ കാണാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പണിയുടെ ഇടയിൽ പിന്നെ ടൈം ആകുമ്പോൾ പെട്ടെന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, തിരുമണ കല്ലിൻ്റെ അവിടെ ആണെങ്കിൽ
പിന്നെ ഇപ്പോൾ 2-3 ദിവസം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം വീട്ടിലൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ പിന്നെ വന്നു. അപ്പോൾ അതിലിടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മേലൊക്കെ നിറച്ച് മരങ്ങളാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ അതാ അതിരിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ മരങ്ങളാണ്, നിറച്ച് അയിനി അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ്. പിന്നെ ഇതവിടെ അപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്തെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മുരിങ്ങയുടെ ഇലയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷക്കാലമൊക്കെ മഴയൊക്കെ ഉണ്ട് പെയ്യുന്ന ടൈമിൽ ആ ഇലകളൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി മാർബിളാണ് കേട്ടോ, നമ്മുടെ എന്താ പറയുക തിരുമണ കല്ലിൻ്റെ അടിയൊക്കെ മാർബിളാണ്. അപ്പോൾ അവിടേക്ക് ഇലയൊക്കെ വീണിട്ട് പെട്ടെന്ന് കളർ പിടിക്കണം കേട്ടോ, പച്ച കളർ വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചൂലൊക്കെ ഇട്ടൊന്ന് എടുത്ത് കഴുകി, കാര്യമായിട്ടുള്ള കഴുകിയില്ല. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞത് കൊണ്ട് പിന്നെ ഇനി അടുത്ത ദിവസം നന്നായി ചകിരിയൊക്കെ ഇട്ട് ഒരതി നല്ല സൂപ്പർ സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ ടെറസിൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെ ബാഗ്, കിറ്റ് അങ്ങനെയുള്ളതൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുകയാണല്ലോ, അപ്പോൾ പിന്നെ ബാഗും അങ്ങനെയുള്ള സാധനങ്ങൾ, ഷൂ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല വെയിലാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കിടന്നിട്ട് വെയിലത്ത് നല്ല പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീടാണ് കേട്ടോ, നമ്മുടെ പഴയ വീടാണ്. അതിൻ്റെ മേലൊക്കെ നിറച്ചും എന്താ പറയുക ഇലയൊക്കെ വീണിട്ട് പരന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഇനിയിപ്പോൾ അടുത്ത് തന്നെ അപ്പോൾ അവിടെ സെറ്റാകും, പെയിൻറ്റൊക്കെ അടിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മുരിങ്ങയുടെ വലിയൊരു മരമാണ് കേട്ടോ. ഇത് നമ്മുടെ അല്ല, അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ അടുത്ത വീട്ടിലത്തേണ് അവരുടെയാണ്. അപ്പോൾ അതിലത്തെ ഒരു കൊമ്പ് നമ്മുടെ ടെറസിൻ്റെ മേലേക്കാണ് കേട്ടോ വന്നുള്ളത്. അപ്പോൾ അത് വെട്ടാതെ നിർത്തിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇലയൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന ടൈമിൽ നമുക്ക് എളുപ്പത്തിൽ വന്നിട്ട് നമുക്ക് ഇല പൊട്ടിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ പോലെ തന്നെ നമുക്ക് മുരിങ്ങയുടെ ഇലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറി വെക്കാനൊന്നും അങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്നിട്ട് മുരിങ്ങയുടെ ഇല പൊട്ടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് എപ്പോഴും കിട്ടില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പൊട്ടിക്കാറുണ്ട്. അങ്ങനെ നിർത്തിയൊരു സംഭവമാണത്. പിന്നെ അതാ നമ്മളവിടെ നിന്ന് തുണികളും എല്ലാതും ഉണങ്ങിയതൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ നമ്മുടെ റൂം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ അപ്പുറത്തെ തലോണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബെഡൊക്കെ പിന്നെ അങ്ങനെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുക്കളയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി പണികളൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലത്തെ ചായൻ്റെ കടിയും അങ്ങനെയുള്ളതും പിന്നെ കുട്ടികളൊക്കെ ഉള്ളൊരു ദിവസമാകുമ്പോൾ പിന്നെ പൊതുവെ ഒന്ന് നേരം മെഴുകൂട്ടോ. പിന്നെ സൺഡേ ആകുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ ഒരു എന്നത്തെയും പോലെ കിടന്ന് സ്പീഡിൽ ഓടി പായേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേയിൽ നമ്മുടെ പണികൾ കഴിയാൻ വളരെ വേഗം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോറും കറികളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ കയറണം. മെയിനാണെന്നുണ്ടെങ്കിൽ അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ വെക്കാനൊക്കെ ഉണ്ട്. കുക്കിങ്ങൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി നമ്മൾ നേരെ പണിയിലൊക്കെ ചെന്നിടട്ടെ. ഓക്കേ.